വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് എൻ്റെ കയ്യിൽ ബ്രോക്കലി ഉണ്ട്. സോ ബ്രോക്കലിയും ക്യാപ്സിക്കവും തക്കാളിയും കുറച്ച് ഗാർലിക് ഉള്ളി ഇതെല്ലാം കൂടെ നമുക്കൊരു കറി ഉണ്ടാക്കാം. അങ്ങനെ ഞാനെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ പാൻ ചൂടായി. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പെരുംജീരകം ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഗാർലിക് ആഡ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഉള്ളിയാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ടൊന്ന് വഴറ്റണം. അത് ബ്രൗൺ കളറാകുന്നത് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്ന ക്യാപ്സിക്കമാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തക്കാളി അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഒരു ഫ്രൈ പോലെ, സൂപ്പിയായിട്ടല്ല. അങ്ങനെ ഈ ബ്രോക്കലി ഇപ്പം വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണോ. ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ ഇപ്പോൾ പാസ്തയുടെ കൂടെ അല്ലെങ്കിൽ ഈ ബ്രോക്കലി ഒക്കെ കാണുമ്പോൾ ഞാനത് പെറുക്കിക്കും. സോ അങ്ങനെ ഇത് കാണുമ്പോൾ ഒക്കെ ഞാൻ വാങ്ങാറുണ്ട്. ആൻഡ് ഇത് നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ്. ഫൈബർ ഹൈ ആണ്, വിറ്റാമിൻ സി, കെ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വെജിറ്റബിളാണ് ഈ ബ്രോക്കലി. ആൻഡ് ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ ഏകദേശം ഇങ്ങനെ എന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ബ്രോക്കലി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഈ ബ്രോക്കലി. ഇത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 2 വർഷമായിട്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം. അതിന് മുന്നേ നമ്മളത് കാണുക അല്ലാതെ വാട്ടർ ഡ്രസ്സൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇറ്റ്സ് വെരി യമ്മി. ഇത് വേറെ രീതിയിലും ട്രൈ ചെയ്യാം. ഇതിപ്പം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. അല്ലാതെ നമുക്കൊരു സ്നാക്ക് പോലെ വരും. ഈ ബ്രോക്കലിയൊക്കെ ഇട്ടിട്ട് പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഞാൻ ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്യാം. സോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലേശം വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വേവട്ടെ. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ലേശം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ലേശം കൊറിയൻഡർ, ചില്ലി ജീര പൗഡർ, അതുപോലെ പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ലേശം വെള്ളം കൂടെ ഒന്ന് കുക്ക് ചെയ്യാവുന്ന ഭാഗത്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊറിയൻഡറും കൂടെ ആഡ് ചെയ്ത് നമുക്കത് റെഡിയായി. അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൊറിയൻഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള ബ്രോക്കലി ഫ്രൈ ഇസ് റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. ഇറ്റ് ഇസ് വെരി യമ്മി. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.